വെച്ച് പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഏതുപോലെ ആത്മാക്കളായ നിങ്ങൾക്ക് ഈ ശരീരമാകുന്ന സിംഹാസനം ലഭിച്ചിരിക്കുന്നുവോ, അതേപോലെ ബാബയും ഈ ദാദയുടെ സിംഹാസനത്തിൽ വിരാജിക്കുന്നു. ആ ഒന്നിന് തൻ്റേതായ സിംഹാസനം ഇല്ല. ചോദ്യം: ഏത് കുട്ടികൾക്ക് ഈശ്വരീയ സന്താനമാണ് എന്ന സ്മൃതി ഉണ്ടായിരിക്കുന്നുവോ അവരുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: അവർക്ക് സത്യമായ സ്നേഹം ഒരു ബാബയോട് ഉണ്ടായിരിക്കും. ഈശ്വരീയ സന്താനം ഒരിക്കലും അടിയും വഴക്കും കൂടുകയില്ല. അവർക്ക് കുദൃഷ്ടി ഒരിക്കലും ഉണ്ടാവുക സാധ്യമല്ല. ബ്രഹ്മകുമാരനും കുമാരിയുമായിരിക്കെ, അതായത് സഹോദരിയും സഹോദരനുമായിരിക്കെ, മോശമായ ദൃഷ്ടി ഉണ്ടാവുക സാധ്യമല്ല. ഗീതം: ആകാശ സിംഹാസനം ഉപേക്ഷിക്കൂ. ഓം ശാന്തി. ഇപ്പോൾ കുട്ടികൾക്കറിയാം, ബാബ ആകാശ സിംഹാസനം ഉപേക്ഷിച്ച് ഇപ്പോൾ ദാദയുടെ ശരീരത്തെ തൻ്റെ സിംഹാസനം ആക്കിയിരിക്കുകയാണ്. അതുപേക്ഷിച്ച് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. ഈ ആകാശതത്വം ജീവാത്മാക്കളുടെ സിംഹാസനമാണ്. ആത്മാക്കളുടെ സിംഹാസനം ആ മഹത്തത്വമാണ്. അവിടെ നിങ്ങൾ ആത്മാക്കൾ ശരീരം ഇല്ലാതെ വസിച്ചിരുന്നു. ഏതുപോലെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ, അതേപോലെ വളരെ ചെറിയ ചെറിയ ആത്മാക്കളായ നിങ്ങളും അവിടെ വസിക്കുന്നു. ആത്മാവിനെ ദിവ്യദൃഷ്ടി കൂടാതെ കാണുവാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ജ്ഞാനമുണ്ട്. ഏതുപോലെ സ്റ്റാർ എത്ര ചെറുതാണ്, അതേപോലെ ആത്മാക്കളും ബിന്ദുവിന് സമാനമാണ്. ഇപ്പോൾ ബാബ സിംഹാസനം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ബാബ പറയുന്നു, നിങ്ങൾ ആത്മാക്കളും സിംഹാസനം ഉപേക്ഷിച്ച് ഇവിടെ ഈ ശരീരത്തെ തൻ്റെ സിംഹാസനമാക്കുന്നു. എനിക്കും തീർച്ചയായും ശരീരം വേണം. എന്നെ വിളിക്കുന്നത് തന്നെ പഴയ ലോകത്തിലാണ്. ഗീതവും ഉണ്ടല്ലോ, ദൂരദേശത്ത് വസിക്കുന്നവനെന്ന്. നിങ്ങൾ ആത്മാക്കൾ എവിടെ വസിക്കുന്നുവോ അത് നിങ്ങൾ ആത്മാക്കളുടെയും ബാബയുടെയും ദേശമാണ്. പിന്നെ നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നു. അതിൻ്റെ സ്ഥാപന ബാബ ചെയ്യിക്കുന്നു. ബാബ സ്വയം ആ സ്വർഗത്തിൽ വരുന്നില്ല. സ്വയം വാണിക്കുപരി വാനപ്രസ്ഥത്തിൽ പോയി നിവസിക്കുന്നു. സ്വർഗത്തിൽ ആ ഒന്നിൻ്റെ ആവശ്യമില്ല. ആ ഒന്ന് സുഖദുഃഖങ്ങളിൽ നിന്നും വേറിട്ടവനാണല്ലോ. നിങ്ങളാണെങ്കിൽ സുഖത്തിൽ വരുന്നു, അപ്പോൾ ദുഃഖത്തിലും വരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രഹ്മകുമാർ കുമാരിമാർ സഹോദരി സഹോദരനാണ്. അന്യോന്യം കുദൃഷ്ടിയുടെ ചിന്ത പോലും വരാൻ പാടില്ലാത്തതാണ്. ഇവിടെയാണെങ്കിൽ നിങ്ങൾ ബാബയുടെ മുന്നിലിരിക്കുന്നു. പരസ്പരം സഹോദരി സഹോദരനാണ്. പവിത്രമായിരിക്കുന്നതിനുള്ള യുക്തി നോക്കൂ എങ്ങനെയുള്ളതാണ്. ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രങ്ങളിലുമില്ല. എല്ലാവരുടെയും ബാബ ഒന്നാണ്. അപ്പോൾ എല്ലാവരും കുട്ടികളായല്ലോ. കുട്ടികൾ പരസ്പരം അടിയും വഴക്കും കൂടാനും പാടില്ല. ഈ സമയത്ത് നിങ്ങൾക്കറിയാം, നമ്മൾ ഈശ്വരീയ സന്താനമാണ്. മുൻപ് ആസുരീയ സന്താനമായിരുന്നു. പിന്നെ ഇപ്പോൾ സംഗമത്തിൽ ഈശ്വരീയ സന്താനമായിരിക്കുന്നു. പിന്നെ സത്യയുഗത്തിൽ ദേവതാ സന്താനമാകും. ഈ ചക്രത്തെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലായി. നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാരാണ്. പിന്നെ ഒരിക്കലും കുദൃഷ്ടി ഉണ്ടാവുകയില്ല. സത്യയുഗത്തിൽ കുദൃഷ്ടി ഉണ്ടായിരിക്കില്ല. കുദൃഷ്ടി രാവണ രാജ്യത്തിലാണുള്ളത്. കുട്ടികളായ നിങ്ങൾക്ക് ഒരു ബാബയുടേതല്ലാതെ മറ്റാരുടെയും ഓർമ്മ ഉണ്ടായിരിക്കാൻ പാടില്ലാത്തതാണ്. ഏറ്റവും കൂടുതൽ ഒരു ബാബയോട് സ്നേഹമുണ്ടാകണം. എൻ്റേത് ഒരു ശിവ് ബാബ, രണ്ടാമതാരുമില്ല. ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് ശിവാലയത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശിവ് ബാബ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. പകുതി കൽപ്പം രാവണ രാജ്യം നടന്നു.
അതിലൂടെ ദുർഗതി പ്രാപിച്ചു. രാവണൻ എന്താണ് അതിനെ കത്തിക്കുന്നതെന്തുകൊണ്ട്? ഇതും ആരും അറിയുന്നില്ല, ശിവബാബയെയും അറിയുന്നില്ല. ഏതുപോലെ ദേവിമാരെ അലങ്കരിക്കുകയും പൂജിക്കുകയും ചെയ്ത ശേഷം വെള്ളത്തിൽ മുക്കുന്നു. ശിവബാബയുടെയും മണ്ണിൻ്റെ ലിംഗമുണ്ടാക്കി പൂജിച്ച ശേഷം പിന്നെ മണ്ണിനെ മണ്ണിൽ കലർത്തുന്നു. അതേപോലെ രാവണനെയും ഉണ്ടാക്കിയ ശേഷം കത്തിക്കുന്നു. ഒന്നും മനസ്സിലാക്കുന്നുമില്ല. ഇപ്പോൾ രാവണ രാജ്യമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. രാമരാജ്യം സ്ഥാപിതമാകേണ്ടതുണ്ട്. ഗാന്ധിയും രാമരാജ്യം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം രാവണ രാജ്യമാണ് എന്നാണല്ലോ. ഏതു കുട്ടികളാണോ ഈ രാവണ രാജ്യത്തിൽ കാമചിതയിലിരുന്ന് എരിഞ്ഞു പോയത്, ബാബു വന്ന് വീണ്ടും അവരിൽ ജ്ഞാനമഴ പൊഴിക്കുന്നു, എല്ലാവരുടെയും മംഗളം ചെയ്യുന്നു. ഇതുപോലെ വരണ്ട ഭൂമിയിൽ മഴ പതിക്കുമ്പോൾ പുല്ല് വരുന്നുവല്ലോ. നിങ്ങളിലും ജ്ഞാനത്തിൻ്റെ മഴ ഇല്ലാത്തത് കാരണം എത്ര ദരിദ്രമായിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും ജ്ഞാനമഴ ഉണ്ടാകുന്നു. അതിലൂടെ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായി മാറും. കുട്ടികളായി നിങ്ങൾ ഗൃഹസ്ഥ വ്യവഹാരത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ ഉള്ളിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ഏതുപോലെ ഏതെങ്കിലും ദരിദ്രൻ്റെ കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ പഠനത്തിലൂടെ ബാരിസ്റ്ററും മറ്റുമായി മാറുന്നു. അവരും വലിയ വലിയ ആൾക്കാരുടെ കൂടെ ഇരിക്കുന്നു, കഴിക്കുന്നു, കുടിക്കുന്നു. കാട്ടുജാതിക്കാരിയുടെ കാര്യവും ശാസ്ത്രങ്ങളിൽ ഉണ്ടല്ലോ. കുട്ടികളായ നിങ്ങൾക്കറിയാം, ആരാണോ ഏറ്റവും കൂടുതൽ ഭക്തി ചെയ്തത് അവർ തന്നെ ഏറ്റവും കൂടുതൽ ജ്ഞാനം വന്ന് എടുക്കും. ഏറ്റവും കൂടുതൽ തുടക്കം മുതലേ നമ്മളാണ് ഭക്തി ചെയ്തത്. പിന്നെ നമ്മളെ തന്നെയാണ് ബാബ സ്വർഗത്തിൽ ആദ്യം അയക്കുന്നത്. ഇതാണ് ജ്ഞാനയുക്തമായ യഥാർത്ഥ കാര്യം. തീർച്ചയായും നമ്മൾ തന്നെ പൂജ്യരായിരുന്നു, പിന്നെ പൂജാരിയാവുകയും ചെയ്യുന്നു. താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് മുഴുവൻ ജ്ഞാനവും മനസ്സിലാക്കിച്ചു തന്നു. ഈ സമയത്ത് ഈ മുഴുവൻ ലോകവും നാസ്തികരാണ്, ബാബയെ അറിയുന്നില്ല. നേതി നേതി എന്ന് പറയുന്നു. മുന്നോട്ട് പോകവേ ഈ സന്യാസിമാരും മറ്റുമെല്ലാം വന്ന് തീർച്ചയായും ആസ്തികരാകും. ഏതെങ്കിലും ഒരു സന്യാസി വന്നാൽ പോലും അയാളെ എല്ലാവരും വിശ്വസിക്കുകയില്ല. ഇയാളിൽ BKS ജാലവിദ്യ പ്രയോഗിച്ചു എന്ന് പറയും. അയാളുടെ ശിഷ്യനെ സിംഹാസനത്തിലിരുത്തി അയാളെ ഒഴിവാക്കും. ഇങ്ങനെ ധാരാളം സന്യാസിമാർ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്, പിന്നെ അപ്രത്യക്ഷമാകുന്നു. ഇത് വളരെ വണ്ടർഫുള്ളായ ഡ്രാമയാണ്. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ ആദ്യം മുതൽ അന്തിമം വരെ എല്ലാം അറിയുന്നു. നിങ്ങളിലുള്ളവർക്കും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് ധാരണ ചെയ്യാൻ സാധിക്കുന്നത്. ബാബയുടെ പക്കൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്, നിങ്ങളുടെ പക്കലും ഉണ്ടായിരിക്കേണ്ടതാണ്. ദിനം പ്രതിദിനം എത്ര സെൻറ്റേഴ്സ് തുറന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് വളരെയധികം ദയാഹൃദയർ ആകേണ്ടതുണ്ട്. ബാബ പറയുന്നു, തൻ്റെ മേലും ദയാഹൃദയരാകൂ, നിർദയരാകാതിരിക്കൂ. തൻ്റെ മേൽ ദയ കാണിക്കണം. എങ്ങനെ? അതും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ബാബയെ ഓർമ്മിച്ച് പതീതത്തിൽ നിന്നും പാവനമാകണം. പിന്നീടൊരിക്കലും പതീതമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യാൻ പാടില്ല. ദൃഷ്ടി വളരെ നല്ലതായിരിക്കണം. നമ്മൾ ബ്രാഹ്മണർ ഈശ്വരീയ സന്താനമാണ്. ഈശ്വരൻ നമ്മളെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ. ഇപ്പോൾ മനുഷ്യനിൽ നിന്നും ദേവതയാകേണ്ടതുണ്ട്. ആദ്യം സൂക്ഷ്മവതനവാസിയായ ഫരിഷ്തയാകും. ഇപ്പോൾ നിങ്ങൾ ഫരിഷ്ത ആയിക്കൊണ്ടിരിക്കുന്നു. സൂക്ഷ്മവതനത്തിൻ്റെയും രഹസ്യം കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ഇവിടെയാണ് ടോക്കി. സൂക്ഷ്മവതനത്തിൽ മൂവിയാണ്, മൂലവതനത്തിൽ സൈലൻസ് ആണ്. സൂക്ഷ്മവതനം ഫരിസ്തകളുടേതാണ്. ഏതുപോലെ ഗോസ്റ്റിന് നിഴലിൻ്റെ ശരീരം ഉണ്ടായിരിക്കുമല്ലോ. ആത്മാവിന് ശരീരം ലഭിക്കുന്നില്ലെങ്കിൽ അലഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെ ഗോസ്റ്റ് എന്ന് പറയുന്നു. അതിനെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല.
ഇവർ പിന്നെ സൂക്ഷ്മവതനവാസികളായ ഫരിസ്തയാണ്. ഈ എല്ലാ കാര്യങ്ങളും വളരെയധികം മനസ്സിലാക്കേണ്ടവയാണ്. മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനം. ഇതിൻ്റെ ജ്ഞാനം നിങ്ങൾക്കുണ്ട്. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബുദ്ധിയിൽ ഈ മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ മൂലവതന നിവാസികളാണ്. ഇപ്പോൾ നമ്മൾ അവിടെ പോകും, സൂക്ഷ്മവതനം വഴി. ബാബ സൂക്ഷ്മവതനം ഈ സമയത്താണ് രചിക്കുന്നത്. ആദ്യം സൂക്ഷ്മം, പിന്നെ സ്ഥൂലം വേണം. ഇപ്പോൾ ഇത് സംഗമയുഗമാണ്. ഇതിനെ ഈശ്വരീയ യുഗം എന്ന് പറയും, അതിനെ ദേവതായുഗം എന്ന് പറയും. നിങ്ങൾ കുട്ടികൾക്ക് എത്ര സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. കുദൃഷ്ടി ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണികളാണല്ലോ. പിന്നെ വീട്ടിൽ പോകുമ്പോൾ മറന്നു പോകാൻ പാടില്ല. നിങ്ങൾ സംഘദോഷത്തിൽ വന്ന് മറന്നു പോകുന്നു. നിങ്ങൾ ഹംസങ്ങൾ, ഈശ്വരീയ സന്താനമാണ്. നിങ്ങൾക്ക് ആരിലേക്കും ആന്തരികമായി മോഹത്തിൻ്റെ ചരട് പോകരുത്. അഥവാ മോഹത്തിൻ്റെ ചരട് ഉണ്ടാകുന്നുവെങ്കിൽ മോഹത്തിൻ്റെ കുരങ്ങ് എന്ന് പറയും. നിങ്ങളുടെ തൊഴിൽ തന്നെ സർവരെയും പാവനമാക്കുക എന്നതാണ്. നിങ്ങൾ വിശ്വത്തെ സ്വർഗം ആക്കുന്നവരാണ്. ആ രാവണന്റെ ആസുരീയ സന്താനങ്ങളെവിടെ? നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങളെവിടെ? കുട്ടികളായ നിങ്ങൾക്ക് തൻ്റെ അവസ്ഥ ഏകരസം ആക്കുന്നതിനായി സർവ്വതും കാണുമ്പോഴും കാണുന്നതേയില്ല എന്നതുപോലെ ഈ അഭ്യാസം ചെയ്യണം. ഇതിൽ ബുദ്ധിയെ ഏകരസമാക്കി വയ്ക്കുന്നത് ധൈര്യത്തിൻ്റെ കാര്യമാണ്. പെർഫെക്റ്റ് ആകുന്നതിൽ പ്രയത്നം ഉണ്ടാകുന്നു. സമ്പൂർണമാകുന്നതിന് സമയം വേണം. എപ്പോഴാണോ കർമാതീത അവസ്ഥ ഉണ്ടാകുന്നത് അപ്പോൾ ആ ദൃഷ്ടി നിലനിൽക്കും. അതുവരെയും എന്തെങ്കിലുമൊക്കെ ആകർഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിൽ തീർത്തും ഉപരാമമാകേണ്ടി വരും. ലൈൻ ക്ലിയർ ആയിരിക്കേണ്ടതാണ്. കാണുമ്പോഴും നിങ്ങൾ കാണുന്നതേയില്ല എന്നതുപോലെ ഇങ്ങനെയുള്ള അഭ്യാസം ആർക്കുണ്ടായിരിക്കുമോ അവർ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. ഇപ്പോൾ ആ അവസ്ഥയൊന്നുമില്ല. സന്യാസിമാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതേയില്ല. ഇവിടെയാണെങ്കിൽ വലിയ പ്രയത്നം ഉണ്ടാകുന്നു. നിങ്ങൾക്കറിയാം, നമ്മളും ഈ പഴയ ലോകത്തിൻ്റെ സന്യാസം ചെയ്ത് ഇരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ സ്വീറ്റ് സൈലൻസ് ഹോമിലേക്ക് പോകേണ്ടതുണ്ട്. നിങ്ങളുടെ ബുദ്ധിയിലുള്ള അത്രയും മറ്റാരുടെയും ബുദ്ധിയിലില്ല. നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. ശിവൻ ഭഗവാൻ ഉവാചായുമുണ്ട്. ആ ഒന്ന് പതീത പാവനാണ്, ലിബറേറ്ററും ഗൈഡുമാണ്. കൃഷ്ണൻ ഗൈഡൊന്നുമല്ല. ഈ സമയത്ത് നിങ്ങളും സർവർക്കും വഴി പറഞ്ഞു കൊടുക്കാൻ പഠിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പേര് പാണ്ഡവർ എന്ന് വച്ചിരിക്കുന്നു. നിങ്ങൾ പാണ്ഡവരുടെ സേനയാണ്. ഇപ്പോൾ നിങ്ങൾ ദേഹി അഭിമാനിയായിരിക്കുന്നു. ഇത് അറിയുന്നുണ്ട്. ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. ഈ പഴയ ശരീരം ഉപേക്ഷിക്കേണ്ടതുണ്ട്. സർപ്പത്തിൻ്റെ ഉദാഹരണം, ഭ്രമരത്തിൻ്റെ ഉദാഹരണം, ഇതെല്ലാം നിങ്ങളുടെ ഈ സമയത്തിലേതാണ്. നിങ്ങൾ ഇപ്പോൾ പ്രാക്ടിക്കലിലാണ്. അവർക്കാണെങ്കിൽ ഈ തൊഴിൽ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, ഇത് ശ്മശാനമാണ്. ഇപ്പോൾ വീണ്ടും പരിസ്ഥാൻ ആകേണ്ടതുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ ദിവസവും ലക്കിയാണ്. കുട്ടികളായ നിങ്ങൾ സദാ ലക്കിയാണ്. വ്യാഴാഴ്ച ദിവസമാണ് കുട്ടികളെ സ്കൂളിൽ ഇരുത്തുന്നത്. ഈ സമ്പ്രദായം തുടർന്നു വരുന്നു. നിങ്ങളെ ഇപ്പോൾ വൃക്ഷപതി പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ഈ ബൃഹസ്പതിയുടെ ദശ ജന്മജന്മാന്തരങ്ങളായി തുടരുന്നു. ഇത് പരിധിയില്ലാത്ത ദശയാണ്. ഭക്തിമാർഗത്തിൽ പരിധിയുള്ള ദശകൾ നടക്കുന്നു. ഇപ്പോൾ പരിധിയില്ലാത്ത ദശയാണ്. അപ്പോൾ പൂർണ്ണ രീതിയിൽ പ്രയത്നിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ലക്ഷ്മി നാരായണൻ അല്ലല്ലോ, അവരുടെ ഡിനാസ്റ്റി ഉണ്ടായിരിക്കുമല്ലോ. തീർച്ചയായും വളരെ പേർ രാജ്യം ഭരിക്കുന്നുണ്ടാകും. ലക്ഷ്മി നാരായണന്റെ സൂര്യവംശി ഡിനാസ്റ്റിയുടെ രാജ്യം നടന്നു. ഈ കാര്യങ്ങളും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. കുട്ടികളായ നിങ്ങൾക്ക്
എങ്ങനെയാണ് രാജതിലകം നൽകുന്നത് എന്നതിൻ്റെയും സാക്ഷാത്കാരമുണ്ടായി. സൂര്യവംശികൾ പിന്നെ ചന്ദ്രവംശികൾക്ക് എങ്ങനെയാണ് രാജ്യം നൽകുന്നത്? മാതാപിതാക്കൾ കുട്ടികളുടെ പാദം കഴുകി രാജതിലകം നൽകുന്നു, രാജ്യഭാഗ്യം നൽകുന്നു. ഈ സാക്ഷാത്കാരവും മറ്റുമെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ കുട്ടികളായ നിങ്ങൾ കുഴങ്ങി പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ, സ്വദർശന ചക്രധാരിയാകൂ, മറ്റുള്ളവരെയും ആക്കൂ. നിങ്ങൾ ബ്രഹ്മാമുഖവംശാവലി സ്വദർശന ചക്രധാരി സത്യമായ ബ്രാഹ്മണരാണ്. ശാസ്ത്രങ്ങളിൽ സ്വദർശന ചക്രത്തിലൂടെ എത്ര ഹിംസകൾ കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ ബാബ കുട്ടികളായ നിങ്ങളെ സത്യമായ ഗീത കേൾപ്പിക്കുന്നു. ഇത് മനഃപാഠം ആക്കേണ്ടതാണ്. എത്ര സഹജമാണ്. നിങ്ങളുടെ മുഴുവൻ കണക്ഷനും ഗീതയോടാണ്. ഗീതയിൽ ജ്ഞാനവും ഉണ്ട്, യോഗവും ഉണ്ട്. നിങ്ങൾക്കും ഒരേ ഒരു പുസ്തകം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. യോഗത്തിൻ്റെ പുസ്തകം എന്തിന് പ്രത്യേകമുണ്ടാക്കണം? എന്നാൽ ഇക്കാലത്ത് യോഗത്തിൻ്റെ വളരെയധികം പ്രസിദ്ധിയുണ്ട്. അതിനാൽ പേര് വയ്ക്കുന്നു. അതിലൂടെ മനുഷ്യർ വന്ന് മനസ്സിലാക്കട്ടെ. യോഗം ഒരു ബാബയോടാണ് യോജിപ്പിക്കേണ്ടത് എന്നതും ഒടുവിൽ മനസ്സിലാക്കും. ആര് കേൾക്കുമോ അവർ പിന്നെ തൻ്റെ ധർമ്മത്തിലേക്ക് വന്ന് ഉയർന്ന പദവി നേടും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ മേൽ സ്വയം ദയ കാണിക്കണം. തൻ്റെ ദൃഷ്ടി വളരെ നല്ലതും പവിത്രവുമാക്കി വയ്ക്കണം. ഈശ്വരൻ മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നതിനായി അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനാൽ പതീതമാകുന്നതിൻ്റെ സങ്കല്പം പോലും ഒരിക്കലും വരരുത്. സമ്പൂർണ്ണ കർമാതീത അവസ്ഥ പ്രാപ്തമാക്കുന്നതിനായി സദാ ഉപരാമമായിരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. ഈ ലോകത്തിൽ സർവ്വതും കണ്ടുകൊണ്ടും കാണാതിരിക്കണം. ഈ അഭ്യാസത്തിലൂടെ അവസ്ഥ ഏകരസം ആക്കണം. വരദാനം: ഓരോ ചുവടിലും പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കുന്ന സർവ ഖജനാവുകളാൽ സമ്പന്നവും തൃപ്ത ആത്മാവുമായി ഭവിക്കട്ടെ. ഏതു കുട്ടികളാണോ ബാബയുടെ ഓർമ്മയിലിരുന്ന് ഓരോ ചുവടും വയ്ക്കുന്നത്, അവർ ഓരോ ചുവടിലും പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കുന്നു. ഈ സംഗമത്തിൽ തന്നെയാണ് പദമങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഖനി ലഭിക്കുന്നത്. സംഗമയുഗം ശേഖരിക്കുവാനുള്ള യുഗമാണ്. ഇപ്പോൾ എത്രത്തോളം ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും ചെയ്യുവാൻ സാധിക്കും. ഒരു ചുവട്, അതായത് ഒരു സെക്കൻഡ് പോലും ശേഖരണമില്ലാതെ പോകരുത്, അതായത് വ്യർത്ഥമാകരുത്. സദാ ഭണ്ഡാരം നിറഞ്ഞിരിക്കണം. അപ്രാപ്തമായ ഒരു വസ്തുവുമില്ല. ഇങ്ങനെയുള്ള സംസ്കാരമുണ്ടാകണം. എപ്പോൾ ഇങ്ങനെയുള്ള തൃപ്തവും സമ്പന്നവുമായ ആത്മാവ് ഇപ്പോൾ ആകുന്നുവോ അപ്പോൾ ഭാവിയിൽ അക്ഷയ ഖജനാവുകളുടെ അധികാരിയാകും. സ്ലോഗൻ: ഏതൊരു കാര്യത്തിലും അപ്സെറ്റ് ആകുന്നതിന് പകരം നോളജ്ഫുള്ളിൻ്റെ സീറ്റിൽ സെറ്റായിരിക്കൂ. മാതേശ്വരിജിയുടെ അമൂല്യ മഹാവാക്യങ്ങൾ. പകുതിക്കൽപ്പം ജ്ഞാനം, ബ്രഹ്മാവിൻ്റെ പകൽ. പകുതിക്കൽപ്പം ഭക്തിമാർഗം, ബ്രഹ്മാവിൻ്റെ രാത്രി. പകുതി കൽപ്പമാണ് ബ്രഹ്മാവിൻ്റെ പകൽ, പകുതി കൽപ്പമാണ് ബ്രഹ്മാവിൻ്റെ രാത്രി. ഇപ്പോൾ രാത്രി പൂർത്തിയായി, പകൽ വരേണ്ടതുണ്ട്. ഇപ്പോൾ പരമാത്മാവ് വന്ന് അന്ധകാരം അവസാനിപ്പിച്ച് പ്രകാശത്തിൻ്റെ തുടക്കം കുറിക്കുന്നു. ജ്ഞാനത്തിലൂടെയാണ് പ്രകാശം, ഭക്തിയിലൂടെയാണ് അന്ധകാരം. ഗീതത്തിലും ഇങ്ങനെ പറയുന്നു: ഈ പാപത്തിൻ്റെ ലോകത്തിൽ നിന്നും ദൂരെ എവിടേക്കെങ്കിലും കൊണ്ടുപോകൂ. അവിടെ ചിത്തം സ്വസ്ഥത നേടട്ടെ. ഇത് അസ്വസ്ഥതയുടെ ലോകമാണ്. ഇവിടെ സ്വസ്ഥതയില്ല. മുക്തിയിൽ സ്വസ്ഥതയുമില്ല, അസ്വസ്ഥതയുമില്ല. സത്യത്രേതായുഗം സ്വസ്ഥതയുടെ ലോകമാണ്.
ആ സുഖധാമത്തെ എല്ലാവരും ഓർമ്മിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സ്വസ്ഥതയുടെ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഏതെങ്കിലും അപവിത്ര ആത്മാവിന് പോകാൻ സാധിക്കില്ല. അവർ അന്തിമത്തിൽ ധർമ്മരാജന്റെ ശിക്ഷകൾ അനുഭവിച്ച് കർമ്മബന്ധനത്തിൽ നിന്നും മുക്തമായി ശുദ്ധ സംസ്കാരം എടുത്തുകൊണ്ടു പോകുന്നു. കാരണം അവിടെ അശുദ്ധ സംസ്കാരവുമില്ല, പാപവും ഉണ്ടായിരിക്കുന്നില്ല. എപ്പോഴാണോ ആത്മാവ് തൻ്റെ യഥാർത്ഥ പിതാവിനെ മറന്നുപോകുന്നത്, ഈ ജയ തോൽവിയുടെ ഭൂൽഭുലയ്യയുടെ അനാദി കളി ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ തൻ്റെ ഈ സർവശക്തിവാനായ പരമാത്മാവിലൂടെ ശക്തി നേടി വികാരങ്ങളുടെ മേൽ വിജയം നേടി 21 ജന്മങ്ങളിലേക്കായി രാജ്യഭാഗ്യം നേടുന്നു. ശരി. ഓം ശാന്തി. അവ്യക്ത സൂചന. സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. തൻ്റെ വാക്കുകളിൽ സ്നേഹവും ഉണ്ടാകണം, മധുരതയും മഹാനതയും ഉണ്ടാകണം, സത്യതയും ഉണ്ടാകണം. എന്നാൽ സ്വരൂപത്തിൻ്റെ വിനയവും ഉണ്ടായിരിക്കണം. നിർഭയരായി അതോറിറ്റിയോടെ സംസാരിക്കൂ. എന്നാൽ വാക്കുകൾ മര്യാദയ്ക്കുള്ളിൽ ആയിരിക്കണം. 2 കാര്യങ്ങളുടെയും ബാലൻസ് ഉണ്ടായിരിക്കണം. എവിടെ ബാലൻസ് ഉണ്ടായിരിക്കുമോ അവിടെ അതിശയം കാണപ്പെടുന്നു. ആ വാക്കുകൾ കടുത്തതായല്ല, മധുരമായി തോന്നുന്നു. അപ്പോൾ അതോറിറ്റിയും വിനയവും രണ്ടിൻ്റെയും ബാലൻസിൻ്റെ അതിശയം കാണിക്കൂ. ഇതുതന്നെയാണ് ബാബയുടെ പ്രത്യക്ഷതയുടെ ഉപാധി. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ,
അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.